തന്നെ വല്ലതും മിസ് ചെയ്തോ? അപ്പൊ എനിക്ക് മിസ് ചെയ്തില്ലേ? മിസ് ചെയ്തോ? പിന്നെ ഇല്ലാതെ അണ്ണ എന്നെ കളഞ്ഞിട്ട് പോയതല്ലേ. കളഞ്ഞിട്ട് പോയെന്നോ? പിന്നെ അങ്ങനൊന്നും പറയല്ലോ. ഇനി ഞാൻ തന്നെ വിട്ട് ഒരിടത്തും പോകും. സത്യമായിട്ട്? സത്യം. നീ ചായ എടുത്ത് കുടിക്കും. എനിക്ക് എണീച്ചിട്ട് ചായ കുടിച്ചിട്ട് എണീച്ച് വാ. ഞാൻ പോയി ചായ കുടിക്കാം. ഇയാൾ എത്ര ധൃതി വെക്കുന്നേ? അമ്മയ്ക്ക് ആഹാരം എടുത്ത് കൊടുക്കണം. കുറച്ചേരം കൂടെ ചായ കുടിച്ചിട്ട് പോ. കുടിക്കും പോടണേ. എന്തോന്ന്? അരുവിക്കരയിലേക്കുള്ള റോഡ് പണി തുടങ്ങുന്നു. ഇതേ തുടർന്ന് വാഹന യാത്രക്കാർക്ക് ഇതുവഴിയുള്ള യാത്ര ക്ലേശകരമാകും. അയ്യോ എന്തമ്മ ഒച്ചത്തിലൊക്കെ വായിക്കുന്നു? അത് ഞാൻ ഒച്ചത്തി വായിച്ചൂടെ? അല്ല, അമ്മ ഇതുവരെ ഒച്ചത്തി വായിച്ച് കണ്ടിട്ടില്ല. ഞാൻ ചിലപ്പോ ഒച്ചത്തി വായിക്കും, ചിലപ്പോ ഒച്ചയില്ലാതെ വായിക്കും, ചിലപ്പോ ഭയങ്കര ഒച്ചത്തി വായിക്കും. നിനക്കെന്തോ നഷ്ടം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാ നീ പോയി വല്ല പണിയും ചെയ്യും. ഇതെന്തൊരു കഷ്ടമായത്. അമ്മ ഇത് എന്നോട് ദേഷ്യപ്പെടണോ? അതിന് ആര് ദേഷ്യപ്പെട്ടെന്ന്? ഇതെന്തൊരു കാര്യമാ ഇത്? ദേഷ്യപ്പെട്ടു കണക്കായിപ്പോ. എന്നാലെന്താ? എന്നാലും എന്തൊരു ഉണ്ട്. എന്തൊരു അല്ല, ഒരുപാടുണ്ട്. നീ പോയി ഇതിന് പണി നോക്കണി പോ. ഇതിപ്പോ പ്രതീക്ഷ വന്നപ്പോ നിങ്ങൾ തമ്മിൽ വഴക്കായ? എടാ ഇവക്കെ ഞാനൊന്ന് പത്രം വായിച്ചോണ്ടിരിക്കുക, ചുമ്മാ വന്ന് കിടന്നുകൊണ്ട് കണുകുണുകുണാന്ന് പറയുന്നു. അതായത് അരുവിക്കരയിലേക്കുള്ള റോഡ് പണി തുടങ്ങുന്നു. അതുവഴിയുള്ളത് ഇനിയും യാത്രാക്ലേശം ദുസ്സഹമായിരിക്കും എന്നുള്ള മട്ടിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇനിയിപ്പോ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത്? നീ പറ. ഇതല്ലേ അമ്മ കുറച്ചു മുമ്പ് വായിച്ചത്? കുറച്ചു മുമ്പും വായിക്കും പിൻപും വായിക്കും. നിനക്ക് എന്താ പോണി വല്ല പണി ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നു. പോ. അത് ഞാനും വായിച്ചായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ. ഞാൻ ഈ പറഞ്ഞെന്താന്നറിയോ, ഈ പണി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനാ എന്റെ മക്കളെ ഇതുവഴിയൊക്കെ സഞ്ചരിക്കുന്നത്? അതോർത്തമ്മ വിഷമിക്കണ്ട. ഇപ്പോഴൊന്നും നമ്മൾ പറഞ്ഞ വഴിക്ക് പണി തുടങ്ങില്ല. NH-ന്റെ പണിയാ തുടങ്ങിയിരിക്കുന്നത്. എടാ ഏത് എച്ചിന്റെ പണി തുടങ്ങിയാലും മൊത്തത്തില് കുഴിയും പൊടി അതും ഇതും ഒക്കെ ആയിട്ട് പുറത്തോട്ടിറങ്ങാൻ വലിയ പാടായിരിക്കും എന്റെ മോനെ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമുക്കേ എല്ലാവർക്കും കൂടെ അങ്ങ് ശ്രീകാര്യത്ത് പോയി താമസിക്കാം. വീട് മാറാന്നാ? എന്തോ നമ്മ ഈ തമാശ പറയല്ലേ? തമാശ അല്ലടാ, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ബിസിനസ് പരമായിട്ട് നമുക്ക് റേറ്റിംഗ് ഒക്കെ ഇച്ചിരി കൂട്ടി കുറച്ചുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടണം. മനസ്സിലായോ? സത്യം പറഞ്ഞ ദണ്ടേ ഇതിനെക്കാട്ടി ഐശ്വര്യവും അഭിവൃദ്ധിയും ആ ശ്രീകാര്യത്തെ വീടാം. ഞാൻ മാറും, ഞാൻ പോവാ അങ്ങോട്ട്. അത് ശരി. അപ്പൊ ഇതാണ് സ്ഥിതി. ഞാൻ പോവും, ശ്രീകാര്യത്തോട്ട് തന്നെ പോവും. ഈ 2 വരി പഠിക്കാൻ നിന്നെ കൊണ്ടാവത്തില്ല? എന്താ ഒന്ന് ഹെൽപ്പ് ചെയ്ത? എന്നാ ഞാൻ പാടാം. ഒരു ഹെൽപ്പും ഇല്ല. സിനിമാ പാട്ടാണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നീ പഠിച്ച് പാടുക? അത് സിനിമാ പാട്ടല്ലേ? എക്സാമിന് പോം ചോദിക്കാൻ നേരത്ത് ഹേ ബനാനെ ഒരു പൂ തരാമോ എന്ന് പറഞ്ഞ് എഴുതി വെക്കാൻ പറ്റത്തില്ല. അത് പഠിച്ചേ. അല്ലടാ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചോദിക്കട്ടോ. നീ ദുബായി പോയിട്ട് പറഞ്ഞ വഴിക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു? സൂപ്പർ മാർക്കറ്റിൽ കയറാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നേ. അല്ല, നമ്മളെ ഓഫീസിലെ രമേശനെ നിന്നെ പോലെ ഒരാൾ അവിടെ കണ്ടെന്നു. അങ്ങനെ പറഞ്ഞോ? വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ അവിടെ നിന്ന് കറക്റ്റ്. അല്ല, നിന്റെ ദുബായിലെ ബിസിനസ് ഒക്കെ എന്താ? സെറ്റായോ? അത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടോ. ജാനുവരിയിൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഒരു ബാക്കി പ്ലാൻ ഒക്കെ ഇട്ട് വെച്ചേക്കുവാ. വെരി ഗുഡ്. ഇനി നീ എന്തായിരുന്നാലും എന്റെ അടുത്ത് കടം ചോദിക്കില്ലല്ലോ? അല്ല, അങ്ങനല്ല. ചോദിക്കോ? ചോദിക്കുന്ന ഇല്ലെന്നാ? അല്ലല്ല, നീ ഏതെങ്കിലും ഒന്ന് പറയാ. ചോദിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചോദിക്കട്ടെ. എനിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ ദറംസ് എവിടെ? ദിർഹംസ് അല്ലേ? ദിർഹംസ് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കി തരാട്ടോ. എനിക്കും കൂടെ തരും. വരുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് മോള് കളിച്ചോട്ടോ. പറ്റുമെങ്കിൽ പഠിക്കാൻ. നീ ബാത്റൂമിൽ കയറിട്ട് ഇതുവരെ റെഡി ആയില്ലേ? അത് ഞാൻ ചുമ്മാ പോയാൻ പഠിക്കാതിരിക്കാൻ വേണ്ടി പോയതാ, ഓടിയതാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.